എന്ന് പറയേണ്ട ടൈം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പടക്കങ്ങളൊക്കെ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ചിലത് ചീറ്റി പോവുകയും ചെയ്തു. എനിവേസ്, ഈ പടക്കങ്ങളെ പറ്റി മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വാർത്തകളുടെ പടക്കങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും ശബ്ദത്തിൽ പൊട്ടിയ പടക്കങ്ങൾ നമ്മൾ ഒന്നുകൂടെ എടുത്ത് പൊട്ടിക്കാൻ പോവാണ്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിലൂടെ. പക്ഷേ ആദ്യം പാട്ടുകൾ, പിന്നെയാണ് പടക്കങ്ങൾ. ഇത് യുവർ ആർജെ ദോസ് പൂജ വിത്ത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. Once again a very very good Sunday morning. நீங்கள் கேட்டுக்கொண்டிருப்பது உங்கள் Club FM-இல் It Happens Only in India with your ആർജെ ദോസ് പൂജ. കാശുണ്ടാക്കാനാണ് സാധാരണ എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ ബാക്കിയുള്ളവരുടെ കാശ് കത്തിച്ചു കളയുന്ന ഒരേ ഒരു ബിസിനസ്സേ ഉള്ളൂ, അതാണ് പടക്കക്കട. ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ പടക്കക്കാരുടെ ചാകരയാണ്. ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോര. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ. ഇത് യുവർ ആർജെ ദോസ് പൂജ വിത്ത് യു. ബോളിവുഡിൽ സാധാരണ സൂപ്പർ ഗ്ലാമറസ് ഹീറോയിൻസിനെയും സ്നേഹത്തോടെ പട്ടാക്ക എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ വിളിക്കാൻ തൽക്കാലം ഒരാളേ ഉള്ളൂ, വിദ്യാ ബാലൻ. വിദ്യ വിവാഹിതയാകുന്നു ഈ വരുന്ന ഡിസംബറിൽ എന്നുള്ളതാണ് വലിയ ശബ്ദത്തോടെ കഴിഞ്ഞ ആഴ്ച പൊട്ടിയ ഒരു വാർത്ത. വരൻ ആരാണെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കിലാണേലും ഊഹാപോഹങ്ങൾ ഊന്നി പറയുന്നത് ഫിലിം പ്രൊഡ്യൂസർ സിദ്ധാർത്ഥ് കപൂറിന്റെ പേരാണ്. നമ്മുടെ ഊഹം ശരിയാണോ എന്ന് വിദ്യാ ബാലനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്തേ സമജ് में नहीं आ रहा कहां से शुरू करूं. शुरू से शुरू करूंगी तो मां बुरा मान जाएगी. आज की बात की तो आप लोग बुरा मान जाओगे क्योंकि आज मैं रुकने वाली हूं नहीं. सबकी दाएं तरफ की आंख खड़क रही है और बाएं तरफ से दिल की मैं क्या बोलने वाली हूं. നമ്മുടെ ഊഹം ശരിയാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഡിസംബർ വരെ കാത്തിരിക്കാം. ഇപ്പോൾ കാത്തിരിക്കാതെ കേൾക്കാം ഒരു കലക്കൻ ആൻഡ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സോങ് ഓൺലി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, ഡർട്ടി പിക്ചർ ഹീറോയിൻ വിദ്യാ ബാലൻ ഇസ് ദി ബ്രാൻഡ് അംബാസിഡർ ഓഫ് Cleaner India project by Ministry of Drinking Water and Sanitation. It happens only in India. എന്തൊരു മാച്ച് അല്ലേ? ഇത് യുവർ ആർജെ ദോസ് പൂജ വിത്ത് യു ഓൺ ക്ലബ് FM. ആതുര സേവനത്തിന് വേണ്ടി അവതരിച്ചിരിക്കുന്ന നഴ്സുമാർക്ക് ഇനി ആശ്വാസത്തിന്റെ ചുരിദാറുകൾ അണിയാം. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്, പക്ഷേ ഓൺലി ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പക്ഷേ ഇനി സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാർക്കും സാരിയോട് വിട പറയാം, എന്നിട്ട് വെള്ള ചുരിദാറുകളോട് ഹെല്ലോ പറയാം. കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരോഗ്യമന്ത്രിക്ക്. ഇതോടെ എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമില്ലാതെ ആശുപത്രിയിൽ വരുന്ന ആൺ രോഗികളിൽ പലരുടെയും അത്യാരോഗ്യത്തോടെയുള്ള നോട്ടങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും നഴ്സുമാർ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കാം, അല്ലയോ? ഈ സാരിയിൽ നിന്ന് ചുരിദാറിലേക്കുള്ള നഴ്സുമാരുടെ മാറ്റം ഗോയിങ് ടു ഹാപ്പൻ സൂൺ ഇൻ കേരള. പക്ഷെ ഇപ്പോ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ആണ് ഹാപ്പനിങ് ഓൺലി ഓൺ ക്ലബ് FM. ഇവിടെ മറ്റും ഇருக்கு ടൺ കണക്കിന് ഫൺ. ഞാൻ പുലിയാണ്, സിംഹമാണ്, ആനയാണ് എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ഞാനൊരു കൊതുകാണെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെ ഒരാൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. വേറെ ആരുമല്ല, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഇപ്പോഴത്തെ പേടി സ്വപ്നം അരവിന്ദ് കെജ്രിവാൾ. വട്ടായോന്ന് ഉറപ്പില്ല, പക്ഷെ കക്ഷി ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ ചില പാർട്ടികൾക്ക് താനൊരു ഡെങ്കു കൊതുകാണ്, കടിച്ചാൽ അവരുടെ കാര്യം കഷ്ടത്തിലാകും അത്രേ. അങ്ങനെ കൊതുകുകളുടെ അസോസിയേഷനിലേക്ക് വീണ്ടും ഒരു അംഗം കൂടി സ്വയം ചേർന്നിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ദി കൊതുക്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഇത് യുവർ ആർജെ ദോസ് പൂജ വിത്ത് യു. എന്റെ കൂടെ ഉണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ പാറുക്കുട്ടി.